ഹലോ ഫ്രണ്ട്സ്, സക്സസ് അക്കാഡമിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പുതിയ അപ്ഡേഷൻ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അതായത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ 2024ൻ്റെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. അതായത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിൽ 8-നാണ്. ഏപ്രിൽ 8 മുതൽ മെയ് 7 വരെയാണ് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു മെയ് 7 ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ട ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് മെയ് 8. ഇനി വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ വരുന്നത് 10th മെയ് ടു 11th മെയ് ആണ്. ഇതിൻ്റെ ടയർ 1 എക്സാമിനേഷൻ ഏകദേശം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജൂൺ ജൂലൈ ഓഫ് 2024 ആണ്. അപ്പോൾ ഈ ഒരു വർഷം തന്നെയാണ് ഇതിൻ്റെ എക്സാമിനേഷൻ, ടയർ 1 എക്സാമിനേഷൻ വരുന്നത്. അത് ജൂൺ അല്ലെങ്കിൽ ജൂലൈ മന്തിൽ ഉണ്ടാവും. ഇനി ഇതിൻ്റെ ടയർ 2 എക്സാമിനേഷൻ ഡേറ്റ് ഇതുവരെ അവർ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. അത് വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ടയർ 1 എക്സാമിനേഷനെ ടാർഗറ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഈ ഒരു ഡേറ്റിലായിരിക്കും, ജൂൺ അല്ലെങ്കിൽ ജൂലൈയിലായിരിക്കും എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഉടൻ തന്നെ പഠിച്ചു തുടങ്ങാം. നമ്മൾ നോക്കുന്നത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ പറയുന്ന വേക്കൻസീസ് ആണ്. ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള വേക്കൻസീസ് ഇപ്പോൾ പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 3712 ആണ്. അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ആണ് ഈ പറയുന്ന കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ. അതിൽ വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്? ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആൻഡ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് LDC. ഇത്രയും പോസ്റ്റുകളാണ് ഈ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്ന വേക്കൻസീസ്, ഓൾ ഓവർ ഇന്ത്യ പറയുന്ന വേക്കൻസീസ് 3712 ആണ്. ഇതിൻ്റെ പേ സ്കെയിൽ ഡീറ്റെയിൽ ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് പറയുന്നത് 19,900 മുതൽ 63,200 വരെയാണ്. ഇത് പേ ലെവൽ 2-ൽ വരുന്ന പോസ്റ്റുകളാണ്, ലോവർ ഡിവിഷൻ ക്ലർക്ക് ആൻഡ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. ഇനി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, അതിൻ്റെ പേ ലെവൽ 4-ലും പേ ലെവൽ 5-ലും ആണ് വരുന്നത്. അതിൽ പേ ലെവൽ 4-ൽ വരുന്നത് 25,500 മുതൽ 81,100 വരെയും, പിന്നെ പേ ലെവൽ 5-ൽ വരുന്നതിൽ 29,200 മുതൽ 92,300 ആണ്. ഇനി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A, അതിൻ്റെ പേ ലെവൽ 4-ലാണ്. അതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് 25,500 മുതൽ 81,100 വരെയും. അപ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേ സ്കെയിലാണ് ഈ പറയുന്ന LDC ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ആൻഡ് ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിന് പറയുന്നത്. ഇനി നോക്കുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. എസെൻഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതിൻ്റെ പേരിൽ നിന്ന് തന്നെ, എക്സാമിനേഷൻ്റെ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ. അപ്പോൾ ഹയർ സെക്കൻഡറി ലെവലാണ് ഇതിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇപ്പോൾ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഓർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A, ഈ 2 പോസ്റ്റുകൾ അത് ഏതാ ഡിപ്പാർട്ട്മെൻറ്റ്? ഇൻ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മിനിസ്ട്രി ഓഫ് കൾച്ചർ. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആൻഡ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A, ഈ പോസ്റ്റുകൾക്ക് പറയുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 12th പാസ് ഇൻ സയൻസ് സ്ട്രീം വിത്ത് മാത്തമാറ്റിക്സ് ആസ് എ സബ്ജക്റ്റ്. അതാണ് പറയുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഏതാ പോസ്റ്റ് ഏതാ? ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഓർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A ഇൻ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മിനിസ്ട്രി ഓഫ് കൾച്ചർ. ഇനി LDC ആൻഡ് JSA ആൻഡ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഓർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് Aൻ്റെ ഈ പറയുന്ന ഈ മിനിസ്ട്രീസ്, ഈ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മിനിസ്ട്രി ഓഫ് കൾച്ചർ അല്ലാതെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള LDC, JSA ആൻഡ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A, ഇതിൻ്റെയൊക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 12th സ്റ്റാൻഡേർഡ് ഓർ ഈക്വലൻ്റ് ആണ്. ഇനി ഏജ് ലിമിറ്റ്, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഉണ്ടാവേണ്ട ഏജ് ലിമിറ്റ് ആണ്. അത് 18 to 27 ഇയേഴ്സ് ആണ്. 18-നും 27-നും ഇടയ്ക്ക് പ്രായമുള്ള കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഏജ് റിലാക്സേഷനും ആപ്ലിക്കബിൾ ആണ്. ഇതിൽ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷനാണ് കിട്ടുന്നത്. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെയും, പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി അവർക്ക് 10 വർഷത്തെയും ഏജ് റിലാക്സേഷനാണ് വരുന്നത്. ഇനി OBC കാറ്റഗറിയിൽ വരുന്ന PWBD കാൻഡിഡേറ്റ്സിന് 13 വർഷത്തെയും, SC/STയിൽ വരുന്ന PWBD കാൻഡിഡേറ്റ്സിന് 15 വർഷത്തെയും ഏജ് റിലാക്സേഷൻ കിട്ടും.
ഇനി എക്സ് സർവീസ്മാനിൻ്റെ ഏജ് റിലാക്സേഷൻ പറയുന്നത് ഇങ്ങനെയാണ്. 3 years ആഫ്റ്റർ ദ ഡിഡക്ഷൻ ഓഫ് ദി മിലിറ്ററി സർവീസസ് റെൻഡേഡ് ഫ്രം ദി ആക്ച്വൽ ഏജസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. അതാണ് പറയുന്ന എക്സ് സർവീസ്മെനിൻ്റെ ഏജ് റിലാക്സേഷൻ. അപ്പോൾ ഏജ് റിലാക്സേഷൻ ആവശ്യമായിട്ട് വരുന്ന കാൻഡിഡേറ്റ്സ് ഈ ഡീറ്റെയിൽ ഒന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഇനി ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. നമുക്ക് ഓൺലൈനായിട്ട് തന്നെ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇനി വിമൻ കാൻഡിഡേറ്റ്സിനും SC/ST കാൻഡിഡേറ്റ്സിനും PWBD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മെനിനും ഫീസ് ഉണ്ടായിരിക്കില്ല. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനാണ് 100 രൂപ ഫീസ് ഉള്ളത്. ഇനി ആപ്ലിക്കേഷൻ നമ്മൾ ഓൺലൈനായിട്ട് മാത്രമാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് SSCയുടെ പുതിയ വെബ്സൈറ്റ് ആയിട്ടുള്ള ssc.gov.in ഇതുവഴിയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ബേസിസിലാണ്. അത് 2 ടയറായിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് ടയറിൻ്റെ എക്സാം പാറ്റേൺ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിൽ 4 പാർട്ടായിട്ടാണ് വരുന്നത്. അതിൽ ആദ്യത്തെ പാർട്ടിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. രണ്ടാമത്തെ പാർട്ടിൽ ജനറൽ ഇൻ്റലിജൻസ് ആണ്, 25 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മൂന്നാമത്തെ പാർട്ടിൽ 25 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. ഫോർത്ത് പാർട്ടിൽ ജനറൽ അവയർനെസ് ആണ്, 25 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 200 ആയിരിക്കും മാക്സിമം മാർക്ക്. ഈ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് 60 മിനിറ്റ് ആണ് കിട്ടുന്നത്. അതായത് 1 മണിക്കൂറാണ് ഈ ഒരു CBT 1 അറ്റൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഇവിടെ 0.5 ആണ്. 2 തെറ്റുത്തരത്തിന് 1 മാർക്ക് എന്ന രീതിയിലാണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. ഓരോ ശരിയുത്തരത്തിനും 2 മാർക്ക് വീതമായിരിക്കും. അങ്ങനെയാണ് ഈ CBT 1ൻ്റെ എക്സാം പാറ്റേൺ വരുന്നത്. ഇനി CBT 2ൻ്റെ പാറ്റേൺ ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ 3 സെഷൻ ഉണ്ട്. 2 സെഷനാണ്. 2 സെഷനിൽ ആദ്യത്തെ സെഷൻ 1ൽ വരുന്നത് മോഡ്യൂൾ 1 മാത്തമാറ്റിക്കൽ എബിലിറ്റീസ്. അതിൽ 30 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മോഡ്യൂൾ 2ൽ സെഷൻ 1ൽ തന്നെ മോഡ്യൂൾ 2ൽ റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് ആണ്. അവിടെയും 30 ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടൽ 60 ആണ്. മാത്തമാറ്റിക്കൽ എബിലിറ്റീസ് ആൻഡ് റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് അതിലെല്ലാത്തിലും കൂടെ 60 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മാക്സിമം മാർക്ക് 180 ആണ്. അതായത് ഓരോ ശരിയുത്തരത്തിന് 3 മാർക്ക് വീതമാണ്. ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അത് 1 ആണ്. ഓരോ തെറ്റുത്തരത്തിനും 1 മാർക്ക് വീതം തന്നെ നഷ്ടപ്പെടും. അപ്പോൾ ഓരോ ശരിയുത്തരത്തിനും 3 മാർക്കാണ്. നെഗറ്റീവ് മാർക്കിംഗ് 1 ആണ്. അപ്പോൾ CBT 2ൽ സെഷൻ 1ൽ വരുന്നത് മോഡ്യൂൾ 1 മോഡ്യൂൾ 2 മാത്തമാറ്റിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ്. ഇനി സെഷൻ 2ൽ മോഡ്യൂൾ 1 വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ. മോഡ്യൂൾ 2ൽ ജനറൽ അവയർനെസ് ആണ്. ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസും ജനറൽ അവയർനെസ്സിൽ 20 ക്വസ്റ്റ്യൻസും ആണ്. ഇവിടെയും 60 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. മാക്സിമം മാർക്ക് ഇവിടെ 180 തന്നെയാണ്. ഓരോ ശരിയുത്തരത്തിനും 3 മാർക്ക് വീതമായിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് 1 തന്നെയാണ് ഈ ഒരു സെഷനിലും വരുന്നത്. ഇനി സെഷൻ 3ൽ കമ്പ്യൂട്ടർ നോളജ് ആണ്. 15 ക്വസ്റ്റ്യൻസേ ഉണ്ടായിരിക്കുള്ളൂ. മാക്സിമം മാർക്ക് 45 ആണ്. 3 മാർക്ക് തന്നെയാണ് ഇവിടെയും. നെഗറ്റീവ് മാർക്കിംഗ് 1 ആണ്. ഈ സെഷൻ 1ലെ മോഡ്യൂൾ 1 മോഡ്യൂൾ 2 പിന്നെ സെഷൻ 2ലെ മോഡ്യൂൾ 1 മോഡ്യൂൾ 2 സെഷൻ 3ലെ ഈ മോഡ്യൂൾ 1 ഇത്രയും എല്ലാത്തിൻ്റെയും നെഗറ്റീവ് മാർക്കിംഗ് 1 ആണ്. ഓരോ ശരിയുത്തരത്തിന് 3 മാർക്ക് വീതവും. നെഗറ്റീവ് മാർക്കിംഗ് 1 ആയിരിക്കും. ഇനി സെഷൻ 2ൽ നമുക്ക് വരുന്നത് സ്കിൽ ടെസ്റ്റ് ആണ്. സ്കിൽ ടെസ്റ്റ് തന്നെ 3 പാർട്ടായിട്ടാണ്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. പാർട്ട് എയിൽ വരുന്നത് സ്കിൽ ടെസ്റ്റ് ഫോർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ്. അത് നമ്മൾ കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സ് പറഞ്ഞിരുന്നു, മിനിസ്ട്രീസ് പറഞ്ഞിരുന്നു. അങ്ങോട്ടേക്കുള്ള ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സിൻ്റെ സ്കിൽ ടെസ്റ്റാണ് പാർട്ട് എയിൽ പറയുന്നത്. ഈ ഒരു എക്സാമിനേഷൻ സ്കിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് സമയം 15 മിനിറ്റ് ആണ്. സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് ആയിരിക്കും. ഇതിൽ ഈ സ്കിൽ ടെസ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മീഡിയം നമുക്ക് സെലക്ട് ചെയ്യാം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മീഡിയം നമുക്ക് സെലക്ട് ചെയ്യാം.
ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിലായിരിക്കും ഈ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിൽ ഇംഗ്ലീഷാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ സ്കിൽ ടെസ്റ്റിൻ്റെ സ്പീഡ് പറയുന്നത് 35 വേർഡ് പെർ മിനിറ്റ് ആണ്. ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് ഉണ്ടാവേണ്ടത് 35 വേർഡ് പെർ മിനിറ്റ് ആണ് ടൈപ്പിംഗ് സ്പീഡ് വരുന്നത്. ഇനി ഹിന്ദി ഓപ്റ്റ് ചെയ്യുന്നവർക്ക് എത്രയാണ്? 30 വേർഡ് പെർ മിനിറ്റ് ആയിരിക്കും ടൈപ്പിംഗ് സ്പീഡ് വേണ്ടുന്നത്. അപ്പോൾ ഈ സ്കിൽ ടെസ്റ്റിൻ്റെ കാര്യമാണ്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്താണ് ഓപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് 35 വേർഡ് പെർ മിനിറ്റ് ആണ് ടൈപ്പിംഗ് സ്പീഡ് വേണ്ടത്. ഹിന്ദി ഓപ്റ്റ് ചെയ്യുന്നവർക്ക് 30 വേർഡ് പെർ മിനിറ്റ്. ഇനി സെഷൻ 3 പാർട്ട് ബി സ്കിൽ ടെസ്റ്റിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. സ്കിൽ ടെസ്റ്റ് ഫോർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ. നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ഒഴികെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സിൻ്റെ സ്കിൽ ടെസ്റ്റാണ്. 15 മിനിറ്റ് തന്നെയാണ് ആ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്നത്. അത് ഇൻ ക്വാളിഫയിങ് ഇൻ നേച്ചർ ആയിരിക്കും. എല്ലാവർക്കും മാൻഡേറ്ററി ആണ്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും മാൻഡേറ്ററി ആണ് ഈ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ്. പിന്നെ പാർട്ട് സിയിൽ വരുന്നത് ടൈപ്പിംഗ് ടെസ്റ്റ് ഫോർ LDC ആൻഡ് JSA, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ ടൈപ്പിംഗ് ടെസ്റ്റാണ് പാർട്ട് സിയിൽ പറയുന്നത്. അത് അറ്റൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്ന സമയം 10 മിനിറ്റ് ആണ്. ഇതും ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് 35 വേർഡ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ്, ഹിന്ദി ഓപ്റ്റ് ചെയ്യുന്നവർക്ക് 30 വേർഡ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സാം പാറ്റേണിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. സെഷൻ 2 ടയർ 2വിൽ സെഷൻ 1 മൊഡ്യൂൾ 1 മാത്തമാറ്റിക്കൽ എബിലിറ്റീസ്, മൊഡ്യൂൾ 2 റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് 60 ആയിരിക്കും മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. മാക്സിമം മാർക്ക് 180 ആണ്. 1 മണിക്കൂറാണ് സമയം. ഇനി സെഷൻ 2 മൊഡ്യൂൾ 1 ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ ജനറൽ അവയർനെസ് 60 ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 180 ആണ് മാർക്ക്. 20 മിനിറ്റ്സ് ഫോർ കാൻഡിഡേറ്റ്സ് എലിജിബിൾ ഫോർ സ്ക്രൈബ് ആവശ്യമായിട്ടുള്ള അതായത് PWBD കാൻഡിഡേറ്റ്സിൻ്റെ ടൈമാണ് ആ പറഞ്ഞത്. 20 മിനിറ്റ് ഫോർ ദ കാൻഡിഡേറ്റ്സ് എലിജിബിൾ ഫോർ സ്ക്രൈബേഴ്സ് അതാണ് പറയുന്നത്. ഇനി സെഷൻ 3 മൊഡ്യൂൾ 1 കമ്പ്യൂട്ടർ നോളജ് ആണ്. 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. 45 ആയിരിക്കും മാക്സിമം മാർക്ക്. ഇനി സെഷൻ 3 മൊഡ്യൂൾ 2 സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് ആയിരിക്കും. 3 പാർട്ട് ഉണ്ട്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. ടൈപ്പിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് ആണ്. 15 മിനിറ്റ് വീതമാണ് പാർട്ട് എക്കും പാർട്ട് ബിക്കും കിട്ടുന്നത്. പാർട്ട് സിക്ക് 10 മിനിറ്റ് ആണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ഉടൻ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഡേറ്റ് മറക്കണ്ട, ഏപ്രിൽ 8 മുതൽ മെയ് 7 വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങാം. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷനും ഇൻഫർമേഷനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്